പരവൂർ റെയിൽവേയുടെ കാലിന് കുറുകെയുള്ള പാലം. ആ പാലത്തിന്റെ അടിപൊളി വ്യൂ ആണ് കേട്ടോ, അടിപൊളി വ്യൂ. അതിന്റെ അടിയിൽ കൂടി പോവുകയാണ് ഗായ്സ്, നല്ല രസം. പരവൂര് കണ്ടൽക്കാടിന്റെ അകത്തിരുന്നാണ് നമ്മൾ ഈ ഒരു ഭക്ഷണം കഴിക്കുന്നത്. ചിന്നു ബോട്ട് ഓട്ടിച്ച് നമ്മൾ അവിടെ പരവൂര് എത്തിക്കുന്നത്. ഇല്ലേ, ബോട്ട് ഓട്ടിക്കാൻ ഇറങ്ങൂടെ? തിരുനെൽവേലി. അപ്പോൾ നേരത്തെ ചെന്നൈ എന്നുള്ള ഒരു ടീമിനെ നമ്മൾ കണ്ടേ ഉള്ളൂ. കയാക്കിങ്, കുട്ടവഞ്ചി റൈഡ്, ബോട്ടിങ്, മാംഗ്രോവ് ഫോറസ്റ്റ് വിസിറ്റ്, പുഴിക്കര ഐലൻഡ് വിസിറ്റിംഗ്, സ്വിമ്മിങ്, കേരള ഫിഷിംഗ്, ഇതെല്ലാം ഉള്ള പരവൂര് പുഴിക്കര ഓർക്കിഡ് ലേക്ക് വ്യൂവിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ബോട്ടിങ്ങിന് പോകാൻ തോന്നുന്ന വന്നാൽ നമ്മൾ കൊണ്ടുപോയില്ലേ ബോട്ടിങ്ങിന്? ഇവിടുത്തെ സ്ഥലം പരവൂർ കായലിനെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ടോ? നല്ല ഭംഗിയുള്ള കണ്ടൽക്കാടൊക്കെ ഉണ്ട്, അറിയാമോ? ഇല്ല, അതാണ് ആര് വന്നാലും ഇഷ്ടപ്പെടും. അതാണ് നമ്മുടെ ഒരു പരവൂരിൻ്റെ ഭംഗി, ഒരു ഓർക്കിഡ് ലേക്ക് വ്യൂ. അങ്ങനെ ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പടിപ്പുര തുറന്ന് നമ്മൾ ഇറങ്ങുന്നതും ഓർക്കിഡ് ലേക്ക് വ്യൂവിൻ്റെ ഫ്രണ്ടിലോട്ട് നമുക്ക് എത്താൻ പറ്റും. അങ്ങോട്ട് പോയാൽ നമുക്ക് ബോട്ടിങ്ങും പോക ചെയ്യാം. കമോൺ ഗൈസ്. ആണ് ഓർക്കിഡ് ലേക്ക് വ്യൂവിൻ്റെ പാർക്കിംഗ്. നോക്കി എൻ്റെ പൊന്നോ, വലിയൊരു ഗ്രൗണ്ട് കണക്ക് കിടക്കുന്നുണ്ടോ, ഒരുപാട് ഏരിയ ഉണ്ട് പാർക്ക് ചെയ്യാനായിട്ട്. കറക്റ്റ് നമ്മുടെ മഞ്ചേരി കടവിലാണ് ഓർക്കിഡ് ലേക്ക് വ്യൂ വരുന്നത്. അപ്പോൾ അതിൻ്റെ പാർക്കിംഗ് ഏരിയ ആണ് അടിപൊളി കേട്ടോ. ഒരുപാട് ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ, ഇങ്ങനെ ഇത്രയും പാർക്കിംഗ് സൗകര്യം ഉണ്ടെന്ന്. നമ്മൾ ജാക്കറ്റ് ഇട്ടിട്ടേ കയറാവും. ജാക്കറ്റ് ഇടുന്ന പരിപാടിയാണ്. ഇപ്പം ഏകദേശം മിക്ക ദിവസങ്ങളിൽ നമ്മുടെ ഡേ പാക്കേജ് ഉണ്ട്, 999 ഡേ പാക്കേജ് ഉണ്ട്, അത് പോകുന്നുണ്ട്. അതിനൊക്കെ തന്നെ തമിഴ്നാട്, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ബാങ്കുകളുടെയൊക്കെ പ്രോഗ്രാംസ്, ഈവനിങ്, അങ്ങനെ ഈവൻറ്റ്സ് ഒരുപാട് നടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ തന്നെ നമുക്ക് ഇവിടെ നിശ്ചയമുണ്ട്. ഈവനിങ് അവരുടെ ഒരു ബാച്ചലർ പാർട്ടിയുണ്ട്, DJ പാർട്ടി ആയിട്ട് നടക്കുന്നുണ്ട്. മാത്രമല്ല നമ്മൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ചെയ്തേക്കുന്ന, എല്ലാത്തരം ആൾക്കാർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്തിരിക്കുകയാണ്. ഓർക്കിഡ് ലേക്ക് വ്യൂവിൻ്റെ കൂടെ നമ്മുടെ യാത്ര ഇവിടെ തുടങ്ങുകയാണ് ഗൈസ്. നമ്മൾ മാംഗ്രോവ് ഫോറസ്റ്റിലേക്ക് പോവുകയാണ്. ഒരുപാട് കാഴ്ച കാണാനുണ്ട്. മാംഗ്രോവിൽ എത്തുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും. കരയിലാണോ നിൽക്കുന്നതെന്ന് തോന്നുമ്പോൾ അമ്മാതിരി ആൾക്കാരാണ്, നല്ല തിരക്കാണ്. ഒരുപാട് പേര് വള്ളത്തിലും ബോട്ടിലും ഒക്കെ വന്ന് ഒത്തുകൂടുന്ന ഒരു സ്ഥലമാണ് മാംഗ്രോവ് ഫോറസ്റ്റ്. അപ്പോൾ അവിടെ നിന്ന് ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. നല്ല രസമായിരുന്നു കേട്ടോ. എന്നിട്ട് വേസ്റ്റ് ഒക്കെ നമ്മൾ കവർ ചെയ്തിട്ട് വീട്ടിൽ കൊണ്ടുപോയി. അത് വേറെ കാര്യം, അവിടെ എങ്ങും മലിനമാക്കിയിട്ടില്ല. അതുവഴിയുള്ള ഈ ഒരു യാത്രയെന്ന് പറയുന്നത് ഭയങ്കര രസമായിരുന്നു. അടിപൊളി, ഒരു പ്രത്യേക വൈബായിരുന്നു. ആ കണ്ടൽക്കാടിന്റെ പുറത്തേക്ക് ഇറങ്ങുവാണ്. ആ ഒരു വലിയ ടണലിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് വരികയാണ്. ചിത്തങ്കൽ ക്ഷേത്രത്തിൽ ഇവിടെയുള്ള എല്ലാ വള്ളക്കാരും വന്ന് പൂജ നടത്തിയിട്ട് പോകത്തുള്ളൂ. ഇവിടെ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ടല്ലേ, ഇവിടെയുള്ള എല്ലാ വള്ളക്കാരും. അപ്പോൾ ആ കാണുന്നതാണ് ചിത്തങ്കല്ല് ക്ഷേത്രം. അപ്പം നമ്മുടെ ഈ ഒരു കായലിന്റെ നടുക്കായിട്ടാണ് ആ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ നെടുങ്ങോലം പരവൂരായിട്ട് വരും. സൂപ്പർ. പരവൂർ ടൂറിസം എന്ന് പറയുന്ന ഒരു പേജ് കൂടെ ഉണ്ട്. അപ്പോൾ അതുകൂടെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പരവൂർ നമ്മുടെ വളർന്നു വരുന്ന ഒരുപാട് ടൂറിസ്റ്റ് സ്പോട്ടുകളുണ്ട്. പരവൂർ ഒരു വലിയ സെൻ്ററായിട്ട് മാറും എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഉറപ്പ്. അടിപൊളി കാഴ്ച. അപ്പോൾ നിങ്ങളെല്ലാവരും ആയോ ഓർക്കിഡ് ലേക്ക് വ്യൂ. നമ്മുടെ പുഴിക്കര മഞ്ചേരി കടവിന് അടുത്തായിട്ടാണ് ഈ ഒരു ഓർക്കിഡ് ലേക്ക് വ്യൂ ഉള്ളത്. അടിപൊളിയാണ്. ഇതുപോലെ ഫംഗ്ഷൻസ് വരെ നടത്താം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ഇറ്റ്സ് മീ സുകേഷ് കുമാരൻ സൈനിങ് ഓഫ്.